ഇഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ ഇതുപോലെ ചെറിയ പീസുകളാക്കി നന്നായിട്ട് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു നാരങ്ങയുടെ പകുതിയാണ്. അപ്പോൾ അതുകൂടെ നമുക്കിതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നാരങ്ങയുടെ നീരൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കണക്കിന് പെരിഞ്ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കണക്കിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇനി മസാലയൊക്കെ പുരട്ടി ഒരു 2 മണിക്കൂർ ഞാൻ ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി 2 മണിക്കൂറിന് ശേഷം ഇതുപോലൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളൊക്കെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കൻ പീസുകളൊക്കെ ഒരു 5 മിനിറ്റ് നമ്മൾ ഈ ഒരു ബട്ടറിലേക്ക് ഇട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാടങ്ങ് ഫ്രൈ ഒന്നും ആയി പോകണ്ട. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു കളറായതിന് ശേഷം ഒരു 5 മിനിറ്റ് മാത്രം മതി. ആ ഒരു സമയം കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഓയിൽ ചൂടായി വരുന്ന നേരത്തെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്, നമ്മൾ കറിക്കൊക്കെ അരയ്ക്കുന്ന. പിന്നെ കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട്, പൊടിക്കാണ്ടെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന നേരത്തെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 2 സവാളയാണ്. മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ചില്ലി ചിക്കനൊക്കെ ഇടുന്ന ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ സവാള ഒരുപാട് അങ്ങ് വഴന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മളുടെ ആ സവാളയുടെ ഒരു കളറൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതിയാകും. അപ്പോൾ സവാളയുടെ കളറൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറിക്കിട്ടുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി, ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കലക്കിയെടുത്തത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഇതുപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനിനി 1 കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന നേരത്തെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് നമ്മളെ വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ പീസുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മളുടെ ചിക്കൻ പീസുകളൊക്കെ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനൊരു 15 മിനിറ്റ് നമുക്ക് ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒന്ന് തുറന്ന് നോക്കാം. ആ സമയത്ത് നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതാ കാണുമ്പോൾ തന്നെ അറിയാം നല്ലതായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് നമ്മളെ കറി. നമ്മളെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറിയൊക്കെ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിലേക്ക് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല.
അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കറി നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഓക്കെ ബൈ.